ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൃഷി ചെയ്യാൻ ആഗ്രഹമുണ്ടായിട്ടും ആവശ്യത്തിന് വെയിലില്ലാത്തത് മൂലം കൃഷി ചെയ്യാതിരിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ നമുക്ക് സൺഷെയ്ഡിൻ്റെ അടിയിൽ മരത്തിൻ്റെ തണലിൽ ഇവിടെയൊക്കെ വളർത്താവുന്ന പച്ചക്കറികളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ പയർ ചെടിക്കൊക്കെ ഉണ്ടല്ലോ 6 മണിക്കൂറെങ്കിലും വെയിൽ കിട്ടേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അത്യാവശ്യം വെയിലില്ലാത്ത സ്ഥലത്താണ് നമ്മൾ നടുന്നതെങ്കിൽ നമുക്ക് വാർക്കപ്പൊക്കത്തേക്കൊക്കെ കയറ്റി വിട്ട് അത് വിളവെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പാവൽ, പീച്ചിൽ അങ്ങനെയുള്ള പച്ചക്കറികൾക്കൊക്കെ നല്ല രീതിയിൽ വെയിൽ വേണം. നമുക്ക് രാവിലത്തെ വെയിലാണ് പച്ചക്കറികൾക്ക് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ പടവലത്തിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ ആവശ്യമുള്ളതാണ്. നമുക്ക് കോവൽ, നിത്യക്കറിയൻ അങ്ങനെയുള്ള പച്ചക്കറികൾ നിലത്ത് നട്ടിട്ട് വാർക്കയുടെ മുകളിലേക്ക് പടർത്താവുന്നതാണ്. അത്യാവശ്യം വെയിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികമായിട്ടുണ്ടാകും കോവലും നിത്യക്കറിയനുമൊക്കെ. നിത്യക്കറിയൻ ഒരു 2 ചോടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും തന്നെ നിത്യക്കറിയൻ പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇത് കണ്ടോ, നമ്മുടെ പയർ ചെടി താഴെയാണ് നട്ടിരിക്കുന്നത്. നമ്മളത് കയർ കെട്ടിയിട്ട് വാർക്കപ്പൊക്കത്തേക്കാണ് കയറ്റി വിട്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് ബീട്രൂട്ട്. ബീട്രൂട്ടിന് അധികം വെയിൽ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബീട്രൂട്ടിൻ്റെ അടിഭാഗമുണ്ടല്ലോ, തണ്ട് വരുന്ന ഇലയോട് കൂടിയ ആ ഭാഗം നമ്മൾ കുറച്ച് കട്ട് ചെയ്തിട്ട് നമുക്കത് ചെറിയ പാത്രങ്ങളിൽ ഇങ്ങനെ കുഴിച്ച് വയ്ക്കാം. ബീട്രൂട്ടിന് അധികം വെയിലേറൊന്നും ആവശ്യമില്ല. പിന്നെ നമുക്ക് നടാൻ പറ്റുന്നത് പച്ചമുളകാണ്. പച്ചമുളക്, വഴുതന, വെണ്ട, തക്കാളി ഇത്രയും നമുക്ക് സൺഷെയ്ഡിൻ്റെ കീഴിലൊക്കെ വെക്കാൻ പറ്റും. പക്ഷേ നമ്മൾ നല്ല വെയിലത്ത് വെക്കുന്ന അത്രയും വിളവ് കിട്ടില്ല. എങ്കിൽ കൂടി നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് നമുക്ക് പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ തണലത്ത് വളർത്താൻ പറ്റുന്ന മറ്റൊരു പച്ചക്കറിയാണ് കുമ്പളം. കുമ്പളം നമ്മൾക്ക് പറമ്പിൽ എവിടെയെങ്കിലും നട്ടാൽ മതി. അത് പടർന്ന് മുകളിലേക്ക് കയറി വിടാൻ സൗകര്യം ഉണ്ടെങ്കിൽ മരത്തിൻ്റെ പൊക്കത്തൊക്കെ കയറ്റി വിടാനായിട്ട് പറ്റും. അപ്പോൾ കുമ്പളം തണലത്ത് വളരുന്ന പച്ചക്കറിയാണ്. ചീര നമുക്ക് കുപ്പിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ ആക്കി സൺഷെയ്ഡിൻ്റെ അടിയിൽ കൂടിയൊക്കെ വെച്ച് കൊടുക്കാം. അത്യാവശ്യം ചീര ഉണ്ടാകും. എങ്കിൽ കൂടി നല്ല വെയിലത്ത് നടുന്നതാണ് ചീരയ്ക്ക് വിളവ് കിട്ടുന്നതിന് ഏറ്റവും നല്ലത്. അതിൻ്റെ ഇലയ്ക്കൊക്കെ നല്ലൊരു കളറൊക്കെ വരാനാണെങ്കിലും നല്ല സൂര്യപ്രകാശം ലഭിക്കുന്നതാണ് ചീരയ്ക്ക് നല്ലത്. പിന്നെ നമുക്ക് തണലിൽ വളർത്താൻ പറ്റുന്ന മറ്റൊരു പച്ചക്കറിയാണ് മത്തൻ. മത്തൻ നമുക്ക് പറമ്പിൽ എവിടെയെങ്കിലും നട്ടു കൊടുക്കാം. തെങ്ങിൻ തടത്തിലോ വാഴത്തടത്തിലോ എവിടെയെങ്കിലും നട്ടു കൊടുക്കാം. അപ്പോൾ അത് പറമ്പിലിങ്ങനെ പടർന്ന് കിടന്നോളും. അത്യാവശ്യം സൂര്യപ്രകാശമൊക്കെ അടിച്ചാലും മതി. ഇതിൻ്റെ ഇലയൊക്കെ എടുത്ത് തോരൻ വയ്ക്കാനായിട്ട് ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഇലക്കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു മത്തനെങ്കിലും നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഇടയ്ക്ക് എല്ലാ ദിവസവും തന്നെ ഇലക്കറികളൊക്കെ കൂട്ടാം. മത്തൻ്റെ ഇലയൊക്കെ വെച്ച് തോരൻ വെച്ചൊക്കെ കഴിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് അധികം വെയിൽ ആവശ്യമില്ലാത്ത ഒരു പച്ചക്കറി ഇനമാണ് ചീരച്ചേമ്പ്. ചീരച്ചേമ്പുണ്ടല്ലോ, ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ ചീരച്ചേമ്പ് ഒരു ചുവട് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചുറ്റുപാടും പടർന്ന് നമുക്ക് ആവശ്യത്തിന് ചീരച്ചേമ്പ് പറിക്കാനായിട്ടുണ്ടാകും. ഇലക്കറികളിൽ ഏറ്റവും വിശേഷപ്പെട്ട ഒന്നാണിത്. ഒരു ചുവടെങ്കിലും നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. അധികം വെയിലൊന്നും ഇല്ലാതെ അത് വളർന്നോളൂ. പിന്നെ നമുക്ക് നടാൻ പറ്റിയ പച്ചക്കറിയാണ് ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയവ. ഇഞ്ചി, മഞ്ഞളൊക്കെ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചാക്കിലോ ഒക്കെ ആയിട്ട് നമുക്ക് നട്ടുവയ്ക്കാനായിട്ട് സാധിക്കും. അധികം വെയിലൊന്നും ആവശ്യമില്ല. ഇതും തടമൊക്കെ എടുത്ത് വാഴയുടെ തടത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നടാം. നമുക്ക് തെങ്ങിൻ തടത്തിലൊക്കെ ആണെങ്കിലും നടാൻ സാധിക്കും. അതുപോലെ തന്നെ ചേമ്പ്, കാച്ചിൽ, ചെറുകിഴങ്ങ്, ചേന. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൃഷി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.